Dingle Davy, Dingle Davy, Dingle Davy, Dingle Davy. എനിക്ക് വിശന്നിട്ട് വയ്യടാ ദിങ്കു. നിനക്ക് വിശപ്പാണെങ്കിൽ പിന്നെ എന്റെ കാര്യം പറയണം. നമ്മളെ മുതലാളിയാണെങ്കിൽ പണിതൊക്കെ ആദ്യം തരികയില്ല, ഭക്ഷണവും തരികയില്ല. നീ വാ, നമുക്ക് വല്ല വീട്ടിലും പോയി ഭക്ഷണം വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. കണ്ണു കാണാൻ വയ്യാത്തവനാണമ്മ. കണ്ണു കാണാൻ മേലത്താണോ പത്രം വായിക്കുന്നത്? അത് വിശന്നിട്ട് കണ്ണു കാണാൻ മേലെന്നാണേ പറഞ്ഞത്. കുറെ കാത്തിരിക്കുന്നത് നമുക്ക് വരിയെടുത്താല. അയ്യോ വേണ്ട, അയാൾ നമ്മൾ തല്ലിക്കൊല്ലും. നീങ്ങ വന്നേ. സൂപ്പർ അല്ലേ? എങ്ങനെയാണ് ഐഡിയ? വിഷക്കാരൻ ചേട്ടാ, വിഷക്കാരൻ ചേട്ടാ, ചേട്ടന്റെ വീട് എവിടെ ചേട്ടാ? ഞങ്ങള് പിച്ചക്കാരൻ ചേട്ടനെ സഹായിക്കാൻ വന്നതാ. സഹായിക്കാൻ? എന്നാലും സഹായിക്കാനും വേണ്ട. എഴുന്നേറ്റ്. ആ പോ. ഞങ്ങളിങ്ങനെ ഓടിക്കാതെ പിച്ചക്കാരൻ ചേട്ടാ. ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി കാശുണ്ട്. ഞങ്ങളുടെ മുതലാളി തന്ന കാശ പിച്ചക്കാരൻ ചേട്ടന് വേണം. ഇവന്മാരും മണ്ടഗണേശന്മാരാണെന്ന് തോന്നുന്നു. രണ്ടിനെയും പറ്റിച്ച മുഴുവൻ പൈസയും കൈക്കലാക്കാം. ഞാനൊരു തമാശ പറഞ്ഞ, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കി. ഇനി നിങ്ങളുടെ കാശ് കിട്ടു തന്നെ. ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് തിരിച്ചങ്ങ് തന്നേക്കാം. കാശെടുക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാരും കുറച്ചു നേരം കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മുതലാളി പഠിപ്പിച്ചു തന്നതായത്. മണ്ടന്മാര് മുതലാളി പറയണതും കേട്ടേച്ച് വന്നേക്ക്. കുറച്ചു നേരം കണ്ണടച്ചിരുന്നാൽ എന്താ, യുവന്മാരുടെ കയ്യിൽ നിന്ന് കാശ് മൊത്തം അടിച്ചു മാറ്റാണ്. ശരി, നമുക്ക് കണ്ണടച്ചിരിക്കാം. എടുത്തോ പതിയെ എടുത്തു. ഓടിക്കോടാ. ഉമ്മരോടെ പോയി. അയ്യോ എന്റെ കാശ്, അയ്യോ എന്റെ കാശ്. ഓടിക്കോടാ ഡിങ്കോ, ഓടിക്കോ. അവന്മാരിതങ്ങോട്ട് പോയി. അയ്യോ എന്റെ കാശ്. അവന്മാരൊക്കെ രക്ഷപ്പെട്ടല്ലോടാ. നമുക്കേ പല വഴിക്ക് അന്വേഷിക്കാം. നിങ്ങൾ അങ്ങോട്ട് പോക്കോ, ഞങ്ങൾ ഇങ്ങോട്ട് പോവാം. ഒരു മണ്ടൻ വഴികാട്ടി, മറുമണ്ടൻ തലയാട്ടി, മരമണ്ടൻ വിജയിക്കും കളിയാണ്. ഒരു വട്ടം ഇരുവട്ടം പലവട്ടം ഗുരുപൊട്ടും നരവട്ടം നിലതെറ്റും കഥയാണ്. പണിയാണ്, പുതുപണിയാണ്.